Hello friends, welcome back to Easy Mathematics. Real numbers and their decimal expansions. നമുക്കറിയാം റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. നമ്മൾ ഓൾറെഡി നമ്പർ സിസ്റ്റം പാർട്ട് 1 എന്ന വീഡിയോയിൽ കണ്ടു. സോ ഒരു റിയൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് കണ്ടിട്ട് നമുക്ക് ഏതാണ് റാഷണൽ നമ്പർ ഏതാണ് ഇറാഷണൽ നമ്പർ എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു റിയൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് മെയിൻലി 3 ടൈപ്പായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. Second one, non-terminating recurring. Third one, non-terminating non-recurring. First one, terminating decimal expansion. ഇവിടെ remainder becomes 0 after some steps. ഞാനൊരു എക്സാമ്പിൾ എടുത്ത് പറയാം. 36/100. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. 36/100. ഇവിടെ 100 36-ൽ പോകില്ല. സോ നമ്മളിവിടെ ഡെസിമൽ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ 36 എന്നുള്ളത് 360 ആക്കി, ഒരു 0 ഇൻസേർട്ട് ചെയ്തു. ദെൻ 360-ൽ 100 3 ടൈംസ്, ദെൻ 3 × 100 300, റിമൈൻഡർ 60 വന്നു. ദെൻ 0 ആഡ് ചെയ്തു. 600-ൽ 100 6 ടൈംസ്, 6 × 100 600, റിമൈൻഡർ 0. കണ്ടോ, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തിയപ്പോൾ റിമൈൻഡർ ബിക്കംസ് 0. ഇങ്ങനെയുള്ള ഒരു ഡെസിമൽ എക്സ്പാൻഷനാണ് നമ്മൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. സോ 36/100 എന്താ വന്ന് 0.36. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ എപ്പോഴും അത് റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ്, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്. ഇവിടെ റിമൈൻഡർ നെവർ ബിക്കംസ് 0. ഇവിടെ റിമൈൻഡർ 0 ആകുന്നില്ല. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. അതുപോലെ റെക്കറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റിംഗ് എന്നാണ്. എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. എക്സാമ്പിൾ 10/3. അപ്പോൾ അതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നമുക്ക് നോക്കാം. 10/3. 3 10-ൽ 3 ടൈംസ്, 3 × 3 9, റിമൈൻഡർ 1, 0 ഇൻസേർട്ട് ചെയ്തു, ഡെസിമൽ സ്റ്റാർട്ട് ചെയ്തു. അഗെയിൻ 10-ൽ 3 ടൈംസ്, 3 × 3 9, റിമൈൻഡർ 1, അഗെയിൻ 0 ഇൻസേർട്ട് ചെയ്തു, 3 ടൈംസ് പോകും, 3 × 3 9. കണ്ടോ, ഇങ്ങനെ റിമൈൻഡർ 1 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ കോഷ്യനിൽ 3 3 3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ടേം റെക്കറിംഗ് എന്ന് യൂസ് ചെയ്യുന്നത്. അതുപോലെ 0 ആവാത്തതുകൊണ്ട് നോൺ ടെർമിനേറ്റിംഗ്. അപ്പോൾ 10/3 = 3.333 എക്സെട്ര. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
3.3 ബാർ. ഇവിടെ ബാർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിപ്പീറ്റിംഗ് ബ്ലോക്കിനെയാണ്. ഇവിടെ 3 അല്ലേ റിപ്പീറ്റ് ചെയ്യണത്. സോ ഒരു 3 എഴുതിയിട്ട് അതിന് മീതെ നമ്മൾ ഒരു ബാർ എഴുതി. 3.3 ബാർ. ഒരു എക്സാമ്പിൾ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. 0.4827 4827 എക്സിട്ര. അതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമപ്പോൾ? 0.4827 ബാർ. ഇവിടെ 4827 എന്ന് പറഞ്ഞ ബ്ലോക്കാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്ലോക്ക് എടുത്ത് എഴുതി അതിന് മീതെ നമ്മൾ ഒരു ബാർ വരച്ചു. ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണെങ്കിൽ, ഡെസിമൽ എക്സ്പാൻഷനാണ് വരുന്നതെങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതായിരിക്കും? റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. തേർഡ് വൺ, നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്. ഇവിടെ റിമൈൻഡറും 0 ആകുന്നില്ല, അതുപോലെ ഇതുപോലെ ഒരു റിപ്പീറ്റിംഗ് ബ്ലോക്കും ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള നമ്പേഴ്സാണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്. ഇതിൻ്റെ എക്സാമ്പിൾ √2 പൈ പോലുള്ളത്. കാരണം √2ൻ്റെ വാല്യൂ എന്താണ്? 1.4142356 എക്സിട്ര. അതുപോലെ പൈയുടെ വാല്യൂ 3.1415 എക്സിട്ര. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നോൺ ടെർമിനേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു നമ്പറും ഒരു ബ്ലോക്കും ഇവിടെ റിപ്പീറ്റിംഗ് അല്ല, എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ്. ഇങ്ങനെയുള്ള ഡെസിമൽ എക്സ്പാൻഷൻ എപ്പോഴും ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അതിന് നമുക്ക് വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. 0.1011000111 എക്സിട്ര. കാരണം നോൺ ടെർമിനേറ്റിംഗ് ആണ്, അതുപോലെ നോൺ റെക്കറിങ് ആയിട്ടുള്ള ഒരു നമ്പർ എഴുതി. ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം ഇറാഷണൽ ആയിരിക്കും. സോ നമുക്കതൊരു നോട്ടാക്കിയിട്ട് എഴുതാം. ഫസ്റ്റ് വൺ, the decimal expansion of a rational number is either terminating or non-terminating recurring. Second one, the decimal expansion of an irrational number is non-terminating non-recurring. അടുത്ത നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Show that 1.272727 etc. which is equal to 1.27 bar can be expressed in the form p by q where p and q are integers and q non equal to 0. ഇവിടെ ഡെസിമൽ എക്സ്പാൻഷൻ 1.272727 etc. എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് p by q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഇതാണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ 1.2727 എക്സിട്ര. ഇവിടെ 2727 എന്നുള്ള ബ്ലോക്കാണ് റിപ്പീറ്റിംഗ്, അതുകൊണ്ട് നമ്മളിതിനെ ഇസ് ഈക്വൽ ടു 1.27 ബാർന്ന് എഴുതി. സോ ഞാനിവിടെ ഈ ഒരു ടേമിനെ എക്സ് എന്നാണ് എടുക്കുന്നത്. ലെറ്റ് എക്സ് ഈക്വൽ ടു 1.272727 എക്സിട്ര. ഇവിടെ 2 ഡിജിറ്റ്സ് ആണ് റിപ്പീറ്റിംഗ് ആയിരിക്കുന്നത്.
സോ നമ്മൾ 100 കൊണ്ടാണ് ബോത്ത് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 10 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഡിജിറ്റ്സ് ആയതുകൊണ്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 100x ഈക്വൽ ടു 127.2727 എക്സെട്ര. ദെൻ 100x ഈക്വൽ ടു, ഞാൻ ഈ 127.2727നെ 126 പ്ലസ് 1.2727 എക്സെട്ര. നമുക്കറിയാലോ ഈ 1.2727നെ നമ്മൾ എക്സ് ആയിട്ടല്ലേ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ 100x ഈക്വൽ ടു 126 പ്ലസ് എക്സ്. ദെൻ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 100x മൈനസ് എക്സ് ഈക്വൽ ടു 126. That is 99x equal to 126. Therefore, x equal to 126 divided by 99, which is equal to 14 divided by 11. ഇതാണ് 1.2727 etc. എന്ന ഡെസിമൽ എക്സ്പാൻഷൻ്റെ p/q ഫോം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.